ശശികുമാർ, വേടന്റെ പാട്ട് എന്തുകൊണ്ട് കാലിക്കറ്റ് സർവകലാശാല മലയാളം സിലബസിൽ ഉൾപ്പെടുത്തിക്കൂടാ? എന്തായിരുന്നു താങ്കളുടെ പരാതി? ഇപ്പോൾ എം ബഷീർ അതിന് അനുകൂലമായി തന്നെ ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുകയാണല്ലോ. ആ പാട്ട് വേണ്ട, റാപ്പ് സംഗീത താരതമ്യ പഠനത്തിൽ വേടന്റെ പാട്ട് ഉൾപ്പെടുത്തുന്നത് ശരിയല്ല എന്ന്. ഇതോടുകൂടി ഈ തർക്കം അവസാനിച്ചു എന്ന് കരുതാനാവുമോ? ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. വേടന്റെ പാട്ട് എന്തായാലും കാലിക്കറ്റ് സർവകലാശാലയിൽ പഠിപ്പിക്കുമെന്ന്. അതൊരു തർക്കം മറ്റൊരു വഴിയിലേക്ക് നീങ്ങുകയാണല്ലോ ഇപ്പോൾ. അല്ല, ഇത് ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ശുപാർശ ചെയ്യുന്നതും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ പാഠഭാഗമാക്കുന്നതിലൊന്നും രാഷ്ട്രീയം പാടില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ. ഇവിടെ ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞോളൂ. ഈ നമ്മുടെ ഹിരൺദാസ് മുൻഷി എന്ന റാപ്പർ വേടൻ ഇങ്ങോട്ട് റിവേഴ്സ് വരുന്നുണ്ട്. ശരിയാക്കാം, പറഞ്ഞോളൂ താങ്കൾ. ഹലോ, പറഞ്ഞോളൂ, അത് ശരിയാക്കുന്നുണ്ട്. ഹിരൺദാസ് മുൻഷി എന്ന റാപ്പർ വേടൻ വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ നാടൻ പാട്ടുകളും താളാത്മകതയും നമ്മുടെ യുവജനങ്ങളുടെ ഒരു ഹരമാണ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആരാധകരാണ് ഇപ്പോൾ വേടനുള്ളത്. അതുകൊണ്ട് വേടന്റെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നത് തെറ്റാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. അത് അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഇവിടെ ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ സംഭവിച്ചത് വേടന്റെ ഈ റാപ്പ് സംഗീതവും മൈക്കിൾ ജാക്സന്റെ പോപ്പ് സംഗീതവുമായിട്ടുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് ബോർഡ് ഓഫ് സ്റ്റഡീസ് ശുപാർശ ചെയ്തത്. അതുപോലെ തന്നെയാണ് ഗൗരി ലക്ഷ്മിയുടെ കഥകളി പദങ്ങൾ, അതിന്റെയും കമ്പാരിറ്റീവ് സ്റ്റഡി. ഈ രണ്ട് കമ്പാരിറ്റീവ് സ്റ്റഡിയുമാണ് ഞങ്ങൾ ഇതിന്റെ അക്കാഡമിക് സൈഡാണ് നോക്കിയത്. വാസ്തവത്തിൽ വേടന്റെ കഴിവിനെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ സാത്മാനിക പ്രതിഭയെക്കുറിച്ചോ ഒന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. ഇവിടെ മലയാള ഭാഷയിൽ, മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ ഞാൻ മനസ്സിലാക്കുന്ന 3ാം സെമിസ്റ്ററിലാണ് ഇത് വേടന്റെയും ലക്ഷ്മിയുടെയും പാഠഭാഗങ്ങൾ ചേർക്കാൻ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു പ്രശ്നം, ഇത് റാപ്പും പോപ്പും തമ്മിലുള്ള ആ സംഗീതങ്ങൾ തമ്മിലുള്ള കമ്പാരിറ്റീവ് സ്റ്റഡി, അതേപോലെ തന്നെ കഥകളി പദങ്ങൾ കമ്പാരിറ്റീവ് സ്റ്റഡി. ഈ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ അത് ശാസ്ത്രീയമായി സംഗീതം അറിയാവുന്നവർക്കേ പറ്റുള്ളൂ. അത് വാസ്തവത്തിൽ അതിന്റെ രചനകൾ, സാധാരണ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുന്ന രചനകൾ അതിലെ സാഹിത്യമാണ്. അതല്ലാതെ ഈ സംഗീതത്തിന്റെ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുന്നത് സ്വാഭാവികമായും അത് മ്യൂസിക് വിഭാഗത്തിലായിരിക്കാം. നമ്മുടെ ഇത് മ്യൂസിക് BAക്ക് തീർച്ചയായിട്ടും ഉൾപ്പെടുത്താം. അവർക്ക് ശാസ്ത്രീയമായിട്ട് അപഗ്രഥിക്കേണ്ട കഴിവുണ്ട്. നമ്മുടെ മലയാള ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ള ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവിലുള്ള ചോദ്യം മാത്രമേ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. അല്ല, നമ്മുടെ വേടനുമെതിരല്ല, ഗൗരി ലക്ഷ്മിക്കുമെതിരല്ല. അവർ രണ്ടുപേരും അനുഗ്രഹീത കലാകാരർ തന്നെയാണെന്നുള്ള സംശയം വേണ്ട. അപ്പോൾ അതിങ്ങനെ പറ്റും. മൈക്കിൾ ജാക്സന്റെ അതിലെ രചന വേണമെങ്കിൽ വേടന്റെ രചനയുമായിട്ട് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തട്ടെ. പക്ഷെ ആ വക കാര്യങ്ങളൊന്നും നമ്മുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് പരിശോധിക്കാതെ അവർ കൊടുത്തേക്കുന്ന യൂട്യൂബ് ലിങ്ക് മാത്രമാണ്. യൂട്യൂബ് ലിങ്ക് കൊടുത്തുകൊണ്ട് ബോർഡ് ഓഫ് സ്റ്റഡീസ് ഒരു സിലബസ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ലാഘവത്തോടുകൂടി. അപ്പോഴാണ് ഒരു സംശയം വരുന്നത്. നമ്മുടെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ബോർഡ് ഓഫ് സ്റ്റഡീസ് എന്നതിനെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ അല്ലെങ്കിൽ തന്നെയും അതിനകത്തുള്ള പൊളിറ്റിക്കലാണ് നോമിനേഷൻസ് മുഴുവനും. അവർ അത്രത്തോളം വളരെ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരിൽ പണ്ഡിതരായിട്ടുള്ള ആൾക്കാരല്ല ബോർഡ് ഓഫ് സ്റ്റഡീസ്. ഇവിടെ മാത്രമല്ല, എല്ലാ സർവകലാശാലയിലും അതിൻ്റെതെല്ലാം ഒരു ഉദാഹരണമാണ്. പക്ഷെ ഇവിടെ വേടന്റെ പാട്ട് പഠിപ്പിക്കേണ്ട എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിദഗ്ധ സമിതി. എങ്കിൽ പോലും പഠിപ്പിക്കാൻ പോവുകയാണ് എന്ന് ബോർഡ് ഓഫ് സ്റ്റഡീസ് ഒരു തീരുമാനമെടുക്കുകയാണ്. ഇപ്പോൾ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ചെയർമാൻ തന്നെയാണ് അക്കാര്യം പറഞ്ഞത്. അപ്പോൾ പിന്നെ അത് അട്ടിമറിച്ചുകൊണ്ട് ഈ സിലബസിൽ നിന്ന് മാറ്റും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അക്കാഡമിക് കൗൺസിലിന്റെ മുന്നിലേക്ക് വിഷയം പോവുകയും സിലബസിൽ നിന്ന് മാറ്റാം എന്നുള്ള തീരുമാനത്തിലേക്ക് പോകുമെന്ന്? അല്ല, ഇപ്പോഴേ സിലബസിൽ ഉൾക്കൊള്ളിക്കുന്നത് ബോർഡ് ഓഫ് സ്റ്റഡി തീരുമാനിച്ചു കഴിഞ്ഞാൽ പറ്റും. കാരണം ഇപ്പോൾ എം ബഷീർ പ്രൊഫസർ അദ്ദേഹം ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ നിരൂപകനാണ്, ഭാഷാ പണ്ഡിതനാണ്. അദ്ദേഹം കൊടുത്തത് ഉപദേശം ബോർഡ് ഓഫ് സ്റ്റഡി സ്വീകരിക്കണമെന്നില്ല. വൈസ് ചാൻസലർ കൊടുത്ത വൈസ് ചാൻസലർ അതിന് കോമ്പിറ്റന്റ് അല്ല.
വൈസ് ചാൻസലർ കൺസേൺ ബോർഡ് ഓഫ് സ്റ്റഡീസിനെ വിടാനും. പക്ഷേ ബോർഡ് ഓഫ് സ്റ്റഡീസ് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ നമ്മുടെ കുട്ടികൾ പഠിക്കാൻ നിർബന്ധിതരാകും. അത് എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് ഈ ബോർഡ് ഓഫ് സ്റ്റഡീസുകാർക്കും അറിയില്ല, പഠിപ്പിക്കുന്ന അധ്യാപകർക്കും അറിയില്ല. അവിടെയാണ് ഞാൻ ജനറലായിട്ട് പറയുന്നത്, മലയാളത്തിന് മാത്രമല്ല നമ്മുടെ സിലബസുകളെ കുറിച്ച് വളരെ മോശമായ അഭിപ്രായമാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സിലബസ് അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ്